കാർഷിക വാർത്തകൾ. ഏലക്കയും കുരുമുളകും നാളികേര ഉൽപ്പന്നങ്ങളും വില വർധനയുടെ പാതയിൽ. ഉൽപ്പാദന മേഖലകളിലെ പകൽ താപനില ഉയരുന്നതിൽ ആശങ്കയിലാണ് ഏലം കർഷകർ. കാലാവസ്ഥാ മാറ്റത്തിൽ റബ്ബർ കർഷകരും പ്രതിസന്ധിയിലായി. ഏലക്ക വില രണ്ടാം ദിവസവും ഉയർന്നു. ശരാശരി ഇനം ഏലക്ക വില കിലോ 3000 രൂപയ്ക്ക് മുകളിൽ സ്ഥിരത കൈവരിക്കുമെന്ന നിഗമനത്തിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. കയറ്റുമതിക്കാരും ആഭ്യന്തര വാങ്ങലുകാരും ലേലത്തിൽ സജീവമാണ്. എന്നാൽ ഉൽപ്പാദന മേഖലകളിൽ പകൽ താപനില ഉയർന്നു തുടങ്ങിയത് കർഷകരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പകൽ താപനില ഉയരുകയാണ്. ചൂട് ഇത്തരത്തിൽ വർദ്ധിച്ചാൽ ഏലം വിളവെടുപ്പ് അടുത്ത മാസം സ്തംഭിക്കും. നൊയമ്പുകാല ആവശ്യങ്ങൾക്കുള്ള ഏലക്ക സംഭരിക്കുന്ന തിരക്കിലാണ് അറബ് രാജ്യങ്ങൾ. 30,345 കിലോ ഏലക്കയുടെ ലേലം നടന്നു. ശരാശരി ഇനങ്ങൾ കിലോ 3005 രൂപയിലും മികച്ച ഇനങ്ങൾ 3296 രൂപയിലും കൈമാറി. കുരുമുളക് വില വീണ്ടും മുന്നേറി. മുഖ്യ വിപണികൾ ലഭ്യത ചുരുങ്ങിയതോടെ അന്തർ സംസ്ഥാന വാങ്ങലുകാർ നിരക്കുയർത്തി സ്റ്റോക്കിസ്റ്റുകളെ വിപണിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമം നടത്തി. അൺഗാർബിൾഡ് കുരുമുളക് 63,500 രൂപയാണ്. നാളികേരോൽപ്പന്നങ്ങളുടെ വിലയും മുന്നേറുകയാണ്. മില്ലുകാരുടെ കണക്കുകൂട്ടലിനൊത്ത കാർഷിക മേഖലകളിൽ നിന്നും പച്ചത്തേങ്ങ സംഭരണം നടത്താനാവുന്നില്ലെന്ന് വ്യക്തമായതോടെ അവർ നിരക്കുയർത്തി കൊപ്ര ശേഖരിച്ചു. കൊച്ചിയിൽ കൊപ്രയ്ക്ക് 100 രൂപ വർദ്ധിച്ച 14,800 രൂപയായി. തമിഴ്നാട് വിപണിയിലും ഇതേ നിരക്കിലേക്ക് ഉയർന്നത് വിലക്കയറ്റത്തിന് വേഗത പകരാം. ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം ഉൽപ്പാദകർ വീണ്ടും തോട്ടങ്ങളിൽ സജീവമായി. റബ്ബർ ടാപ്പിംഗ് ഒട്ടുമിക്ക ഭാഗങ്ങളിലും പുനരാരംഭിച്ചെങ്കിലും റബ്ബർ ലഭ്യത ചുരുങ്ങി. കാലാവസ്ഥാ മാറ്റം ഈൽഡിനെ ബാധിച്ചതായി കർഷകർ. എന്നാൽ നിരക്കുയർത്തി റബ്ബർ ശേഖരിക്കാൻ ടയർ നിർമ്മാതാക്കൾ താൽപര്യം കാണിക്കാഞ്ഞതുമൂലം സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 19,300 രൂപയിൽ സ്റ്റഡിയാണ്. ബാങ്കോക്കിൽ നിരക്ക് 19,700 രൂപയിൽ നിന്നും 19,900 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയ്ക്ക് 3,850 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. വിള ഇൻഷുറൻസ് പദ്ധതിയായ ഫസൽ ബീമ യോജന 2026 വരെ തുടരും. പുതുവർഷത്തിൽ കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ 2 പ്രധാന തീരുമാനങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിഅമോണിയം ഫോസ്ഫേറ്റിന്റെ വില നിലനിർത്താൻ 3,850 കോടി രൂപയുടെ പ്രത്യേക പാക്കേജിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 50 കിലോഗ്രാം ബാഗിന് 1,350 രൂപ നിരക്കിൽ കർഷകർക്ക് നൽകുന്നത് തുടരും. നിലവിലെ അംഗീകാരം അടുത്ത ഖാരിഫ് സീസണിലേക്കുള്ള വളം സമയബന്ധിതമായി ഇറക്കുമതി ചെയ്യാൻ സർക്കാരിനെ സഹായിക്കും. കൂടാതെ പ്രധാന വിള ഇൻഷുറൻസ് പദ്ധതിയായ PM ഫസൽ ബീമ യോജന 2026 വരെ തുടരുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകി. നാഷണൽ കോഓപ്പറേറ്റീവ് എക്സ്പോർട്ട് വഴി ഇന്തോനേഷ്യയിലേക്ക് 1 ദശലക്ഷം ടൺ വെള്ള അരി കയറ്റുമതി ചെയ്യുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള PMFBY പദ്ധതിയുടെ 10% നിർബന്ധിത ചെലവ് ക്യാബിനറ്റ് ഒഴിവാക്കിയതായും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് യൂറിയ ക്ഷാമം ഉയരുന്നു. നെല്ലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. യൂറിയയ്ക്കൊപ്പം പൊട്ടാഷ് അടക്കമുള്ള വളങ്ങൾ വാങ്ങാൻ ഉൽപ്പാദക കമ്പനികൾ നിർബന്ധിക്കുന്നതാണ് യൂറിയ സ്റ്റോക്ക് എടുക്കാൻ വളം ഡിപ്പോകൾ മടി കാണിക്കുന്നത്. ഇക്കാരണത്താൽ 2ാം വിളയ്ക്ക് വളം കിട്ടാത്ത അവസ്ഥയിലാണ് കർഷകർ. മറ്റു വളങ്ങൾക്ക് ആവശ്യക്കാരില്ലാത്തത് വളം ഡിപ്പോയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. സഹകരണ സംഘങ്ങളും ഇത്തവണ സ്റ്റോക്ക് എടുത്തിട്ടില്ല. കുറഞ്ഞ കമ്മീഷനും ദീർഘകാലം സൂക്ഷിക്കുന്നതിന് ഉപയോഗക്ഷമത കുറയുമെന്നതും സ്റ്റോക്ക് എടുപ്പിൽ നിന്ന് വ്യാപാരികളെ പിന്തിരിപ്പിക്കുകയാണ്. നാനോ യൂറിയയ്ക്ക് പ്രചാരം കൂട്ടാനുള്ള കേന്ദ്രത്തിന്റെ നീക്കവും യൂറിയ ലഭ്യത കുറയ്ക്കുന്നതിലേക്ക് നയിച്ചെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. 1,500 രൂപ സബ്സിഡിയുള്ള യൂറിയ 45 കിലോഗ്രാമിന്റെ ചാക്കിന് 266 രൂപയ്ക്കാണ് വളം ഡിപ്പോകൾ വിൽക്കുന്നത്. എന്നാൽ സ്വകാര്യ വിൽപ്പനശാലകളിൽ 330 രൂപയ്ക്കാണ് വിൽപ്പന. മാംഗ്ലൂർ ഫെർട്ടിലൈസേഴ്സ്, സ്പിക്, ഇഫ്കോ, RCF, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ്, IPL എന്നീ കമ്പനികളാണ് സംസ്ഥാനത്ത് വളമെത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖാരിഫ് നെല്ല് സംഭരണ ലക്ഷ്യം 64% കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുന്നിൽ പഞ്ചാബും ഹരിയാനയും. പഞ്ചാബിലും ഹരിയാനയിലും ശക്തമായ നെല്ല് സംഭരണമാണ് നടന്നത്. 3 മാസത്തിനുള്ളിൽ 492.11 ലക്ഷം ടണ്ണാണ് ഖാരിഫ് നെല്ല് വാങ്ങൽ ലക്ഷ്യം. ഇതിന്റെ 64% കൈവരിക്കാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട്. കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഖാരിഫ് സീസണിലെ നെല്ലുൽപാദനം 119.93 ദശലക്ഷം ടൺ ആണ്. ഒക്ടോബർ മുതലാണ് നെല്ല് സംഭരണം തുടങ്ങിയത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചണ്ഡീഗഡ് ഉൾപ്പെടെ പഞ്ചാബിൽ 116.30 ലക്ഷം ടൺ വാങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ 124.35 ലക്ഷം ടണ്ണിനെ അപേക്ഷിച്ച് 6.5% കുറവാണ്. പശ്ചിമ ബംഗാളിൽ കുറഞ്ഞ സംഭരണമാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 3.44 ലക്ഷം ടണ്ണായിരുന്നത് ഈ വർഷം 0.05 ലക്ഷം ടണ്ണിലെത്തി. കുറഞ്ഞ സംഭരണമുള്ള മറ്റൊരു സംസ്ഥാനം തമിഴ്നാടാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
നെല്ലിയാമ്പതിയിലെ സർക്കാർ ഫാമിൽ ഇത് ഓർക്കിഡ് കാലം. നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലാണ് പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും പുറമെ ഓർക്കിഡും സമൃദ്ധമായത്. വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ നിരവധി വിഭാഗത്തിൽപ്പെട്ട ഓർക്കിഡുകളാണ് പാലക്കാട് നെല്ലിയാമ്പതി സർക്കാർ ഫാമിൽ പൂത്തുനിൽക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ പോളി ഹൗസിലാണ് ഓർക്കിഡുകൾ നട്ടുവളർത്തിയത്. ഈ ഹാർട്ട് ബ്രേക്കർ, യായാമിനി, സീസർ, ജംബോ വൈറ്റ്, ഡാൻസിംഗ് ഗേൾ, ബ്രാസിയ, ജൈറാക്, വാൻഡ, സിംബീഡിയൻ തുടങ്ങി വൈവിധ്യമാർന്ന 50-ലധികം ഇനം ഓർക്കിഡുകളാണ് പോളി ഹൗസിൽ വളർത്തിയെടുക്കുന്നത്. ഇവ വിൽപ്പനയ്ക്കും ലഭ്യമാണ്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായവയും ഇൻഡോറായി വളർത്താവുന്നതുമായ വിവിധ ഇനങ്ങൾ ലഭ്യമാണ്. ഓർക്കിഡ് കൃഷി നേരിട്ട് മനസ്സിലാക്കാനും പരിപാലന രീതികൾ പഠിക്കാനും ഫാമിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 193, RSS 5 188, ലാറ്റക്സ് 132, ജാതിക്ക 360, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 235, കൊക്കോ പരിപ്പ് 740, കുരുമുളക് ഗാർബിൾ 65,500, കുരുമുളക് അൺഗാർബിൾ 63,500, ഏലക്ക 2,900 മുതൽ 3,000 വരെ, വെളിച്ചെണ്ണ 21,900, കൊപ്ര 17,000, ചുക്ക് 32,500.